CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മധുരയിലെ തമുക്കം മൈതാനിയിലെ സീതാറാം യെച്ചൂരി നഗറിൽ ഏപ്രിൽ 2-ന് പതാക ഉയരും. നാളെ വൈകിട്ടോടെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾ സമ്മേളന നഗരിയിൽ സംഗമിക്കും. 2-ന് രാവിലെ ബുദ്ധദേവ് ഭട്ടാചാര്യ കവാടത്തിൽ മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തും. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ശിങ്കാരവേലു, സേലം ജയിൽ രക്തസാക്ഷികൾ, കോവൈ, ചിന്നയ്യമ്പാളയം രക്തസാക്ഷികൾ, വിദ്യാർത്ഥി രക്തസാക്ഷികളായ സോമു, സെമ്പു, മധുര രക്തസാക്ഷികൾ എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾ നാളെ സന്ധ്യയ്ക്ക് സമ്മേളന നഗരിയിൽ സംഗമിക്കും. വെൺമണി രക്തസാക്ഷികളുടെ സ്മാരക കുടീരത്തിൽ നിന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം വാസുകിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്ന പതാക 2-ന് രാവിലെ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ AK പത്മനാഭൻ ഏറ്റുവാങ്ങും. രാവിലെ 8-ന് ബുദ്ധദേവ് ഭട്ടാചാര്യ കവാടത്തിൽ മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തും. 10:30-ന് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഹാളിൽ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മണിക് സർക്കാർ അധ്യക്ഷനാകും. CPI ജനറൽ സെക്രട്ടറി D. രാജ അടക്കമുള്ളവർ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് 6-ന് വൈകിട്ട് ശങ്കരയ്യ സ്മാരക ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമാപിക്കും. തമിഴ്നാട്, കേരളം, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖ കലാസംഘങ്ങളും ചലച്ചിത്ര പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. ജനറൽ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയെക്കുറിച്ച് കോമ്രേഡ് ടാക്കിസ് തയ്യാറാക്കിയ ഡോക്യുമെന്ററി സീത സോഷ്യലിസം ഈസ് ദ ആൾട്ടർനേറ്റീവ് ഏപ്രിൽ 2-ന് പുറത്തിറങ്ങും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.